ലോകമെമ്പാടുമുള്ള എല്ലാ വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ പ്രേക്ഷകർക്കും വചനപ്രഭയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. സ്വർഗം അവിടുത്തെ സിംഹാസനവും ഭൂമി അങ്ങയുടെ പാദപീഠവുമാകുന്നു. അടിയങ്ങൾ അവിടുത്തെ മക്കളാകുന്നു. കർത്താവേ, അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. അവിടുന്ന് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജീവൻ്റെ വചനങ്ങൾ ഞങ്ങൾക്ക് ജീവനും ചൈതന്യവും പകരുവാൻ തക്കവണ്ണം മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ അവിടുത്തെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, അവിടുന്ന് അടിയനോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അവിടുന്ന് അടിയൻ്റെ അതരത്തെ നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പൊന്നുനാമം മാത്രം അതിലൂടെ മുഹൂർത്തപ്പെടണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. അല്പസമയം നിങ്ങളോട് ചിന്തിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. ഗോസ്പൽ മാത്യു ചാപ്റ്റർ 20 വേഴ്സ് 16. ഇങ്ങനെ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരും ആകും. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വേലയിൽ ഞാനും നിങ്ങളും തീഷ്ണതയോടുകൂടി പ്രവർത്തിക്കേണ്ടവരാണ്. നമ്മുടെ ദൈവം തീഷ്ണതയുള്ള ദൈവമാണ്. അപ്പോൾ ലാഘവത്തോടു കൂടി അല്ല നാം ദൈവത്തിൻ്റെ വേല ചെയ്യേണ്ടത്. തീഷ്ണതയോടുകൂടിയും വിശ്വാസത്തോടും വിശ്വസ്തയോടും കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ദൈവവേല എന്ന് പറയുന്നത്. ഇവിടെ കർത്താവ് അതൊരു ഉപമയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ ഇത് ഞാനും നിങ്ങളും പഠിക്കുമ്പോൾ 19-ാം അധ്യായത്തിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ടാണ് 20-ാം അധ്യായത്തിൽ ഈ ഉപമ പറയുന്നത്. 20-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമാകുമെന്ന് പറയുമ്പോൾ 19-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ അവിടെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. എങ്കിലും മുമ്പന്മാർ പലരും പിമ്പന്മാരാകും. അപ്പോൾ രണ്ട് അനുഭവത്തെക്കുറിച്ച് കർത്താവ് അവിടെ പ്രതിപാദിക്കുകയാണ്. 19-ാം അധ്യായത്തിൽ നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവസന്നദ്ധിയിലേക്ക് കടന്നു വന്ന ഒരു യൗവനക്കാരനെ കുറിച്ച് പറയുകയാണ്. എന്നാൽ അവൻ വലിയ സമ്പത്തുള്ളവനായിരുന്നു. അവനുള്ളതൊക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവാൻ പറഞ്ഞതുകൊണ്ട് അവൻ ദുഃഖിച്ച് കർത്താവിൻ്റെ അടുക്കൽ നിന്ന് മടങ്ങിപ്പോയി. അപ്പോൾ അവൻ സമൂഹത്തിൻ്റെ മധ്യത്തിൽ നല്ലൊരു ആത്മീയനായിരുന്നു. അപ്പോൾ കർത്താവ് അതൊക്കെയും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവിടെ പറയുകയാണ്, മുമ്പന്മാർ പലരും പിമ്പന്മാരാകും, പിമ്പന്മാർ മുമ്പന്മാരുമാകും. അതിനുശേഷം കർത്താവ് മറ്റൊരു ഉപമ സ്വർഗരാജ്യത്തെക്കുറിച്ച് അവരെ പഠിപ്പിക്കുകയാണ്. അതിൻ്റെ മറ്റൊരു തലം, ഇവിടെ മുമ്പന്മാർ പിമ്പന്മാരാകുമെങ്കിൽ ഇനി പിമ്പന്മാർ എങ്ങനെയാണ് മുമ്പന്മാരാകുന്നത് എന്നുള്ള ഒരവസ്ഥയെക്കുറിച്ച് പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഒരു ഉപമ ഇവിടെ പഠിപ്പിക്കുകയാണ്. 20-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് അതിരാവിലെ പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശ്യമാകുന്നു. ദിവസം ഒരു വെള്ളിക്കാശ് കൂലി നൽകാമെന്ന് സമ്മതിച്ച് അവൻ വേലക്കാരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. ഏകദേശം 3-ാം മണി നേരത്ത് അവൻ പുറത്തു ചെന്നപ്പോൾ മറ്റു ചിലർ ചന്തയിൽ മെനക്കെട്ട് നിൽക്കുന്നത് കണ്ടു. നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുവീൻ, ഞാൻ ന്യായമായത് തരാമെന്ന് അവരോട് പറഞ്ഞു. അവർ
അവർ പോയി അവൻ 6 മണി നേരത്തും 6 മണി നേരത്തും 9 മണി നേരത്തും ചെന്ന് അങ്ങനെ തന്നെ ചെയ്തു. 11 മണി നേരത്ത് ചെന്ന് മറ്റു ചിലർ നിൽക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ഇവിടെ പകൽ മുഴുവൻ മിനക്കെട്ട് നിൽക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കാത്തത് കൊണ്ടത്രേ എന്നവർ പറഞ്ഞപ്പോൾ നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ എന്നവരോട് പറഞ്ഞു. ഇവിടെ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ വിളിക്കുന്ന ഒരു ഉപമയാണ് പറയുന്നത്. വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ ക്ഷണിക്കുകയാണ്. വെളുപ്പിന് രാവിലെയും 3 മണി നേരത്തും 6 മണി നേരത്തും 9 മണി നേരത്തും 11 മണി നേരത്തും മുന്തിരിത്തോട്ടത്തിലേക്ക് വേലയ്ക്ക് വേണ്ടി ആൾക്കാരെ ക്ഷണിക്കുകയാണ്. എന്ന് പറയുമ്പോൾ 12 മണിക്കൂർ ജോലിയാണ്. രാവിലെ 6 മണിക്ക് തുടങ്ങിയാൽ വൈകിട്ട് 6 മണി വരെയുള്ള ഒരു ജോലി. അപ്പോൾ നമ്മളുടെ രീതിയിൽ പറയുമ്പോൾ 6 മണിക്കും 9 മണിക്കും 12 മണിക്കും 3 മണിക്കും 5 മണിക്കുമാണ് അവൻ വേലക്കാരെ വിളിക്കുന്നത്. ആദ്യം കടന്നു വരുന്നവൻ പ്രഭാതത്തിൽ 6 മണി നേരത്താണ്. അവൻ അവരോട് എന്താണ് പറയുന്നത്? നിങ്ങൾ എൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് പുറപ്പെട്ട് വേല ചെയ്യുവിൻ, ദിവസം 1 വെള്ളിക്കാശ് കൂലി നിങ്ങൾക്ക് തരാമെന്ന് സംബന്ധിച്ച് അവൻ വേലക്കാരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയക്കുകയാണ്. അവർക്ക് ഒരു വാഗ്ദാനം കൊടുക്കുകയാണ്, നിങ്ങൾക്ക് 1 വെള്ളിക്കാശ് കൂലി തരാം. അപ്പോൾ ആ ഒരു എഗ്രിമെൻറ്റിലാണ്, ആ ഒരു വ്യവസ്ഥ പ്രകാരമാണ് നിങ്ങൾ 12 മണിക്കൂർ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുമ്പോൾ ഞാൻ നിനക്ക് 1 വെള്ളിക്കാശ് കൂലി തരാമെന്ന് 2 കൂട്ടരും സമ്മതിച്ച് അവർ വേല ചെയ്യുവാൻ തക്കവണ്ണം പോവുകയാണ്. ഏകദേശം 3 മണി നേരത്തും അവൻ പുറപ്പെട്ട് ചെന്നപ്പോൾ മറ്റു ചിലർ ഇങ്ങനെ വെറുതെ നിൽക്കുന്നത് കണ്ടു. അവരെയും അവൻ മുന്തിരിത്തോട്ടത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അവരോടും പറയുന്നുണ്ട്, ഞാൻ ന്യായമായത് നിങ്ങൾക്ക് തരാം. അപ്പോൾ അവരും കൂലി പ്രതീക്ഷിച്ചിട്ടാണ് മുന്തിരിത്തോട്ടത്തിലേക്ക് വേല ചെയ്യുവാൻ പോകുന്നത്. അങ്ങനെ 3 മണി നേരത്തും 6 മണി നേരത്തും 9 മണി നേരത്തും ഈ പ്രകാരം നിങ്ങൾക്ക് ന്യായമായ കൂലി തരാമെന്ന് പറഞ്ഞ് അവൻ വേലക്കാരെ മുന്തിരിത്തോട്ടത്തിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നാൽ 11 മണി നേരമാകുമ്പോൾ മറ്റു ചിലർ അവിടെ വെറുതെ നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ ഇവിടെ പകൽ മുഴുവൻ മെനക്കെട്ട് നിൽക്കുന്നത് എന്ത് നിങ്ങൾ പകൽ മുഴുവൻ ഇങ്ങനെ മെനക്കെട്ട് നിൽക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വെറുതെ നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ എന്ന് അവരോട് പറഞ്ഞു. ഇവിടെ 11 മണി നേരത്ത് വിളിക്കുന്നവര് കൂലിയെക്കുറിച്ച് പറയുന്നില്ല. അവരെ സംബന്ധിച്ച് 6 മണി വരെയാണ് ജോലി. പക്ഷെ അവരെ വിളിക്കുന്നത് 5 മണിക്കാണ്. ഇനി 1 മണിക്കൂർ മാത്രമാണ് ജോലിയുള്ളത്. ഞാനും നിങ്ങളുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ജോലിക്ക് പോവുകയില്ല. കാരണം ഇനി 1 മണിക്കൂർ ജോലി ചെയ്യാൻ പോയാൽ എന്ത് കിട്ടും? ഒന്നും കിട്ടുകയില്ല. അപ്പോൾ കൂലിക്ക് പോകാതിരിക്കുവാനുള്ള, വേല ചെയ്യാതിരിക്കുവാനുള്ള എല്ലാ സാധ്യതകളും. കാരണം ഇനി 1 മണിക്കൂറും കൂടി ഉള്ളൂ. 12 മണിക്കൂറുള്ള ജോലിയിൽ 11 മണിക്കൂറും കഴിഞ്ഞു. ഇനി 1 മണിക്കൂർ മാത്രമാണുള്ളത്. അവരോട് കൂലിയെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. അവർ കൂലിയെപ്പറ്റി ഒന്നും വീട്ടുടയവനോട്, ഈ വേലക്കാരനോട് ചോദിക്കുന്നുമില്ല. അവസാനം സന്ധ്യയായപ്പോൾ ആ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ തന്റെ വിചാരകനോട് വേലക്കാരെ വിളിച്ച് മുമ്പന്മാർ മുതൽ പിമ്പന്മാർ വരെ എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനം ജോലി ചെയ്തവനെയാണ് ഈ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ വിളിക്കുന്നത്. അവൻ ഓരോരുത്തരെയായിട്ട് വിളിക്കുകയാണ്. ഏറ്റവും അവസാനം വന്നവൻ മുതൽ ആദ്യം വിളിക്കുകയാണ്.
അപ്പോൾ ഏറ്റവും അവസാനം വന്ന 5-ാം മണി നേരത്ത് വന്ന, അതായത് ബൈബിൾ പ്രകാരം 11-ാം മണി നേരത്ത് വന്ന വ്യക്തിക്ക് എന്താണ് കൊടുക്കുന്നത്? അങ്ങനെ 11-ാം മണി നേരത്ത് വന്നവർ 11-ാം മണി നേരത്ത് വന്നവർ ചെന്ന് ഓരോ വെള്ളിക്കാശ് വാങ്ങി. ഓരോ വെള്ളിക്കാശും വാങ്ങി എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ 2-ാം വായിക്കുമ്പോൾ പ്രഭാതത്തിൽ ജോലിക്ക് വിളിച്ചവന് കൊടുത്തിരിക്കുന്ന അതേ കൂലി തന്നെയാണ് ഈ അവസാനം വന്നവനും കൊടുക്കുന്നത്. 1 വെള്ളിക്കാശ് കൂലിയാണ്. അപ്പോൾ പ്രഭാതത്തിൽ വന്നവർ വിചാരിച്ചു അവന് 1 വെള്ളിക്കാശ് കൊടുത്തപ്പോൾ തങ്ങൾക്ക് അതിലും കൂടുതൽ കിട്ടുമെന്ന് അവർ ധരിക്കുകയാണ്. എന്നാൽ അതിന്റെ അവസാനം എന്താണ് സംഭവിക്കുന്നത്? മുമ്പന്മാർ വന്നപ്പോൾ ഞങ്ങൾക്ക് അധികം ലഭിക്കുമെന്ന് നിരൂപിച്ചു. കാരണം എന്താണ്? അവർക്കും ഓരോ വെള്ളിക്കാശ് ലഭിച്ചു. അപ്പോൾ ഏറ്റവും അവസാനം വന്നവന് 1 വെള്ളിക്കാശ് ലഭിച്ചപ്പോൾ ഏറ്റവും ആദ്യം വന്നവർ വിചാരിച്ചു ഞങ്ങൾക്ക് അതിലും അധികം കിട്ടുമെന്ന് വിചാരിച്ചു. അവർക്കും ലഭിച്ചത് ഓരോ വെള്ളിക്കാശാണ്. അപ്പോൾ അവരെന്താണ് ചെയ്തത്? അത് കിട്ടിക്കഴിയുമ്പോൾ അവരത് വാങ്ങിയിട്ട് വീട്ടുടയവനെതിരെ പിറുപിറുത്തു. ഈ പിമ്പന്മാർ 1 മണിക്കൂർ മാത്രമല്ലേ വേല ചെയ്തുള്ളൂ. അവർ 1 മണിക്കൂർ മാത്രമേ വേല ചെയ്തുള്ളൂ. നീ അവർക്ക് പകലത്തെ ഭാരവും വെയിലും സഹിച്ച ഞങ്ങളോട് തുല്യരാക്കിയല്ലോ എന്ന് പറഞ്ഞു. അവൻ ഒരുവനോട് ഉത്തരം പറഞ്ഞത്, സ്നേഹിത, ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല. നീ എന്നോട് പണം പറഞ്ഞ് സമ്മതിച്ചതല്ലയോ? നിനക്കുള്ളത് വാങ്ങി പോയിക്കൊള്ളുക. നിനക്ക് തന്നതുപോലെ ഈ പിമ്പനും കൊടുക്കുവാൻ എനിക്ക് മനസ്സുണ്ട്. ദൈവത്തിന്റെ ജനമേ, നാം വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു ഉപമയാണ്. ഇവിടെ പ്രഭാതത്തിൽ വന്നവൻ ഒരു എഗ്രിമെന്റ്, അവൻ പണം പ്രതീക്ഷിച്ച അല്ലെങ്കിൽ കൂലി പ്രതീക്ഷിച്ചിട്ടാണ് അവൻ ഈ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യാൻ വന്നത്. അവൻ എന്താണ് സമ്മതിച്ചത്? 1 വെള്ളിക്കാശ് കൂലിക്ക് അവൻ ജോലി ചെയ്യുവാൻ സമ്മതിച്ച് കടന്നു വന്നവനാണ്. 6-ാം മണി നേരത്തും 3-ാം മണി നേരത്തും 9-ാം മണി നേരത്തും വന്നവരെല്ലാം കൂലി പ്രതീക്ഷിച്ചിട്ടാണ് ഈ മുന്തിരിത്തോട്ടത്തിലേക്ക് വന്നത്. അവർക്ക് പ്രതീക്ഷിച്ചതുപോലെ, അവർ പറഞ്ഞതുപോലെയുള്ള, അവർ എന്താണോ പ്രതീക്ഷിച്ച് അവർ സമ്മതിച്ച് കടന്നു വന്ന അതേ കൂലി തന്നെ ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ കൊടുക്കുകയാണ്. എന്നാൽ 11-ാം മണി നേരത്ത് കടന്നു വന്നെന്ന് പറയുമ്പോൾ ഏറ്റവും അവസാന മണിക്കൂർ 6 മണി വരെ ജോലിയെങ്കിൽ 5-ാം മണിയിൽ 5 മണിക്ക് കടന്നു വന്നവനും അവൻ 1 വെള്ളിക്കാശ് കൊടുക്കുകയാണ്. അവനെ സംബന്ധിച്ച് അവൻ പ്രതിഫലം നോക്കിയിട്ടല്ല അവൻ വേല ചെയ്യാൻ വന്നത്. ഇവിടെയാണ് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത്. ഈ ഉപമയുടെ സാരം ഞാനും നിങ്ങളും തിരിച്ചറിയുന്നത്, ദൈവത്തിൻ്റെ വേല ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പ്രതിഫലം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ വേല ചെയ്യേണ്ടത്. പിന്നെയോ ദൈവത്തോടുള്ള സ്നേഹമാണ് ദൈവത്തിൻ്റെ വേലയ്ക്ക് നമ്മെ പ്രേരിപ്പിക്കുന്നത്. ദൈവത്തിനോടുള്ള സ്നേഹം നിമിത്തം വേല ചെയ്യുമ്പോൾ നമുക്ക് പ്രതിഫലം ലഭിക്കും, അത് ഉറപ്പാണ്. നമുക്ക് പ്രതിഫലം ലഭിച്ചിരിക്കും. പറയുന്ന പ്രതിഫലമല്ല, അതിലപ്പുറമായി നമുക്ക് ലഭിക്കും. അതാണ് 11-ാം മണി നേരത്ത് വന്നവന് ലഭിക്കുന്നത്. അവൻ 1 മണിക്കൂർ മാത്രമേ ജോലി ചെയ്തുള്ളൂ. പക്ഷേ അവന് 12 മണിക്കൂറും ജോലി ചെയ്ത പ്രതിഫലം ഈ വീട്ടുടയവൻ കൊടുക്കുകയാണ്. കാരണം അവൻ ഒരു പ്രതിഫലവും പ്രതീക്ഷിച്ചിട്ടല്ല അവിടെ കടന്നു വന്നത്. പ്രതിഫലം നോക്കാതെ അവൻ പ്രവർത്തിച്ചു. പ്രതിഫലം നോക്കാതെ പ്രവർത്തിച്ചത് നിമിത്തം അവൻ ആഗ്രഹിച്ചതിലും അപ്പുറമായി അവന് ലോട്ടറിയാണ് അടിക്കുന്നത്. കാരണം അവന് 11 മണിക്കൂറും അവന് വെറുതെ ശമ്പളം ലഭിച്ചു. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ വേല ചെയ്യുക അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനും നിങ്ങളും പലപ്പോഴും ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ജനമേ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കും, അനുഗ്രഹം ലഭിക്കും. പക്ഷേ പറഞ്ഞത് മാത്രമേ ലഭിക്കുകയുള്ളൂ. പറയാത്തതും കൂടി നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ മനോഭാവത്തിന് മാറ്റമുണ്ടാകണം. ഇതാണ് ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്നത്.
11-ാം മണി നേരത്ത് വന്നവൻ അവനൊരു വ്യവസ്ഥയും ഉണ്ടായിരുന്നില്ല. അവൻ എത്ര കൂലി തരുമെന്ന് ചോദിച്ചില്ല. അവനെന്ത് മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ വിളിച്ചു, അവൻ ജോലിക്ക് പോയി. ഈ 11-ാം മണി നേരത്ത് വിളിച്ചവനെ നാളെ വീണ്ടും ജോലി ചെയ്യുവാൻ വിളിച്ചാൽ അവൻ പോകുമോ പോകാതിരിക്കുമോ? അവൻ തീർച്ചയായിട്ടും പോയിരിക്കും. കാരണം മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ എത്രമാത്രം കരുണയുള്ളവനും മഹാദയമുള്ളവനാണ് എന്ന് അവൻ തിരിച്ചറിയുകയാണ്. അവൻ പ്രതിഫലം നോക്കിയില്ല, പക്ഷേ അവൻ്റെ പ്രവർത്തനങ്ങളിൽ അവൻ നല്ലവനായ ആ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥനെ അവൻ തിരിച്ചറിയുകയാണ്. മറ്റു സമയങ്ങളിൽ വന്നവരൊക്കെയും പിറുപിറുത്തു, കാരണം ഞങ്ങൾക്ക് കൂടുതൽ ലഭിക്കും എന്നവർ പ്രതീക്ഷിച്ചു. അപ്പോൾ അവിടെ ഉടമസ്ഥൻ പറയുകയാണ്, ഞാൻ എൻ്റെ സ്വത്ത് എനിക്കിഷ്ടമുള്ളത് പോലെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ നീ എന്തിനു ഭാരപ്പെടുന്നു? ദൈവത്തിൻ്റെ ജനമേ, ഞാനും നിങ്ങളും ഇത് തിരിച്ചറിയണം. ദൈവത്തിന് ആരോട് വേണമെങ്കിലും കരുണ തോന്നുവാൻ തക്കവണ്ണം കഴിയും. നമുക്കത് ചോദ്യം ചെയ്യുവാൻ കഴിയുകയില്ല. ഞാനും നിങ്ങളും പലപ്പോഴും പറയാറുണ്ട്, മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് ദൈവം അനുഗ്രഹിക്കുന്നു, അവർ എത്രയേറെ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്, എന്നെ പോലെയല്ല എന്ന് ദൈവസന്നദ്ധയിൽ പറയുന്നവരാണ് ഞാനും നിങ്ങളും. ദൈവത്തിൻ്റെ അധികാരത്തെ ഞാനും നിങ്ങളും ചോദ്യം ചെയ്യരുത്. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല ദൈവം നോക്കുന്നത്. മനുഷ്യൻ്റെ ചിന്തകൾ പോലെയല്ല ദൈവം ചിന്തിക്കുന്നത്. ദൈവം എന്ന് പറയുമ്പോൾ അവൻ നീതിമാനായ ദൈവമാണ്. അവൻ ഹൃദയത്തെ വായിച്ചറിയുന്ന ദൈവമാണ്. മനുഷ്യൻ്റെ ഹൃദയമെന്ന് പറഞ്ഞാൽ കാപട്യം നിറഞ്ഞിരിക്കുന്നതാണ്. മനുഷ്യൻ്റെ ഹൃദയമെന്ന് യെരമ്യാ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് എത്രയോ കാപട്യം നിറഞ്ഞതാണ്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയുന്നതല്ല മനുഷ്യൻ്റെ ഹൃദയം. ഞാനും നിങ്ങളും എന്താണ് ചിന്തിക്കുന്നതെന്ന് നമ്മുടെ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് അറിയുവാൻ കഴിയുകയില്ല. പക്ഷെ സർവശക്തനായ ദൈവത്തിന് ഓരോ വ്യക്തിയുടെയും ഹൃദയങ്ങളിലൂടെ കടന്നു പോകുന്ന വിചാരങ്ങളെ അവൻ സൂക്ഷ്മതയോടെ തിരിച്ചറിയുന്ന ദൈവമാണ്. ഇവിടെ 11-ാം മണി നേരത്ത് കടന്നു വന്നവൻ ഒരു പ്രതിഫലവും ചോദിച്ചില്ല. അവൻ ആ വീട്ടുടയവൻ വിളിച്ചു. അവൻ നല്ല മനസ്സോടുകൂടി പോയി ആ ജോലി ചെയ്യുകയാണ്. അവൻ പ്രതിഫലമൊന്നും പ്രതീക്ഷിച്ചില്ല. എന്തു തന്നാലും സ്വീകരിക്കും. അവന് ആ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥനിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ജനമേ, ഞാനും നിങ്ങളും ദൈവത്തിൽ വിശ്വസിക്കണം. എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ ദൈവം അനുഗ്രഹിക്കും എന്നുള്ള ചിന്തയിൽ, അല്ലെങ്കിൽ അനുഗ്രഹം വാങ്ങിക്കണം എന്നുള്ള ചിന്തയിലല്ല ഞാനും നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. അവൻ അനുഗ്രഹിച്ചിരിക്കും. നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവം തന്നെയാണ്. നാം ചോദിക്കുന്നതിലപ്പുറമായി നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അവൻ ആരാണ്? അവൻ നമ്മുടെ അപ്പനാണ്. പുത്രത്വത്തിൻ്റെതായ വലിയ പദവിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളോട് കരുണയുള്ളവനാണ് ദൈവം. ദൈവത്തിൻ്റെ കരുണയാണ് കാൽവറിയിലെ ക്രൂശിൽ ഞാനും നിങ്ങളും കാണുന്നത്. അത് ലോകത്തിലേക്ക് നോക്കുമ്പോഴും ലോകത്തിൻ്റെ ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നോക്കുമ്പോൾ കാൽവറിയിൽ നമുക്ക് യാഗമായി തീർന്ന കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയുവാൻ തക്കോണം കഴിയുകയില്ല. അത് തിരിച്ചറിയണം. അത് തിരിച്ചറിയണമെങ്കിൽ ദൈവവചനം ഓരോ ദിവസവും ധ്യാനിക്കണം. ഇത് കേവലം കേട്ട് രസിക്കുവാനുള്ളതല്ല. ഇത് ദൈവത്തിൻ്റെ ചിന്തകളാണ് ഈ തിരുവചനത്തിലുള്ളത്. അവൻ്റെ ചിന്തകൾ നാം തിരിച്ചറിയണം. അവൻ്റെ സ്വഭാവം തിരിച്ചറിയണം. അവൻ എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. ആ സ്നേഹമാണ് ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം എന്നെയും നിങ്ങളെയും പ്രേരിപ്പിക്കേണ്ടത്. ഏതെങ്കിലും ഭൂമിയിലെ ചില നന്മകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞാനും നിങ്ങളും ദൈവവേല ചെയ്യേണ്ടതും ദൈവത്തിന് കൊടുക്കേണ്ടതും ദൈവത്തിൻ്റെ ദാസന്മാരെ മാനിക്കേണ്ടതും. പിന്നെയോ ദൈവത്തോടുള്ള സ്നേഹമായിരിക്കണം അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അവിടെ പ്രതിഫലം നോക്കേണ്ട കാര്യമില്ല. പക്ഷെ പ്രതിഫലം അവൻ തന്നിരിക്കും.
എന്തെങ്കിലും ലഭിക്കുമെന്ന് ഞാനും നിങ്ങളും കരുതിയല്ല ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നമുക്ക് വേണ്ടി തൻ്റെ ഓമനപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ നമുക്ക് വേണ്ടി ബലി കഴിച്ചവനാണ് നമ്മുടെ കർത്താവ്. അതിനു വലിയ സ്നേഹം എന്താണുള്ളത്? നാം ദേവാലയങ്ങളിൽ പോവും, വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കും, ഉപവസിക്കും, പ്രാർത്ഥിക്കും. പക്ഷേ എത്രമാത്രം ഞാനും നിങ്ങളും ആത്മാർത്ഥമായി ഒന്ന് ചിന്തിച്ചു നോക്കുക. കർത്താവിൻ്റെ ആ സ്നേഹത്തെക്കുറിച്ച് ഞാനും നിങ്ങളും ചിന്തിക്കാറുണ്ടോ? അവൻ നമുക്ക് കാൽവറിയിൽ ആ യാഗമായി തീർന്ന ആ യാഗത്തെക്കുറിച്ച് എത്ര പേർ ചിന്തിക്കുന്നുണ്ട്? എന്തിനു വേണ്ടിയാണ് സഹോദര സഹോദരി അവൻ കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്? എന്നെയും നിങ്ങളെയും ആ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം, പാപത്തിൻ്റെ കുഴിയിൽ കിടന്ന എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാൻ തക്കവണ്ണമാണ് അവൻ രക്ഷകനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി യാഗമായി തീർന്നത്. ഇത് വെറുതെ കേവലം വായിച്ചറിയുന്നതല്ല, പിന്നെയോ നമ്മുടെ ഹൃദയത്തെ അത് സ്പർശിക്കണം. ഈ ജീവന്റെ വചനം ഹൃദയത്തെ തൊടുമ്പോഴാണ് അതിൻ്റെ ശക്തി നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നത്. ആ ശക്തി തിരിച്ചറിയുമ്പോഴാണ്, ആ സ്നേഹത്തെ നാം തിരിച്ചറിയുമ്പോഴാണ് എന്ത് ചെയ്യുവാൻ കഴിയുന്നു? ദൈവത്തിൻ്റെ വേല തീഷ്ണതയോടുകൂടി, സമയം നോക്കാതെ, സമ്പത്ത് നോക്കാതെ കർത്താവിന് വേണ്ടി തീഷ്ണതയോടെ പ്രവർത്തിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് സമ്പന്നനായ യൗവനക്കാരൻ കർത്താവിൻ്റെ അടുക്കൽ നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം കടന്നു വന്നപ്പോൾ അവൻ ദുഃഖിതനായി കടന്നുപോയി. അവിടെ കർത്താവ് പറയുന്നു, പിമ്പന്മാർ പലരും മുമ്പന്മാരായി പോകും. ഈ സമൂഹത്തിലെ കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്ന വിശ്വസിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും ആയവർ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ചെല്ലുമ്പോൾ പലപ്പോഴും പിമ്പന്മാരായി പോകുമെന്നുള്ള യാഥാർത്ഥ്യം ഈ ഉപമയിലൂടെ ഞാനും നിങ്ങളും തിരിച്ചറിയണം. പക്ഷെ പ്രതിഫലം നോക്കാതെ, ആരെയും നോക്കാതെ, സമൂഹത്തിൽ ഒരു സ്ഥാനവും മാനവും നോക്കാതെ, കഷ്ടവും നഷ്ടവും നിന്ദയും പരിഹാസങ്ങളും സഹിച്ചുകൊണ്ട് ദൈവത്തോടുള്ള സ്നേഹം നിമിത്തം ദൈവത്തിന് വേണ്ടി വേല ചെയ്യുമ്പോൾ സ്വർഗത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കും. ചോദിക്കുന്നത് മാത്രമല്ല, ചോദിക്കുന്നതിലപ്പുറമായി നമ്മെ തന്ന് അനുഗ്രഹിക്കും. അപ്പോൾ നാം എന്തു ചെയ്യും? പിമ്പന്മാർ പലരും മുമ്പന്മാരായി പോകും, മുമ്പന്മാർ പലരും പിമ്പന്മാരായി പോകും. ഇവിടെ പിമ്പന്മാർ പലരും മുമ്പന്മാരായി പോവുകയാണ്. പ്രഭാതം മുതൽ കർത്താവിന് വേണ്ടി വേല ചെയ്തവർ അവരെന്തൊക്കെയോ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ചെയ്തു. പക്ഷെ അവർ പിമ്പന്മാരായി പോവുകയാണ്. ദൈവത്തിൻ്റെ ജനമേ, ഞാനും നിങ്ങളും ഈ ഉപമ വീണ്ടും വീണ്ടും വായിക്കണം. ഇത് കേവലം ഒരു 20 മിനിറ്റ് മെസ്സേജ് കേൾക്കുകയല്ല. നിങ്ങൾ വീട്ടിൽ ഇരിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഈ ദൈവത്തിൻ്റെ തിരുവചനം നിങ്ങൾ ധ്യാനിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. ദൈവത്തിൻ്റെ ദൗത്യങ്ങൾ ഏറ്റെടുക്കണം. ദൈവത്തിന് വേണ്ടി ആത്മാക്കളെ നേടുവാൻ തക്കവണ്ണം സമയം നോക്കാതെ, സമ്പത്ത് നോക്കാതെ ദൈവത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കണം. സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. അവൻ സമയം നോക്കാതെ നമുക്ക് വേണ്ടി അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആ അനുഗ്രഹങ്ങൾ പിടിച്ചു പറ്റുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും കഴിയണം. ഇതിനിറങ്ങിത്തിരിക്കുമ്പോൾ ഒരിക്കലും ലോകം നമ്മളെ മാനിക്കുകയില്ല. കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുമ്പോൾ ലോകം ഒരിക്കലും എന്നെയും നിങ്ങളെയും മാനിക്കുകയില്ല. നിന്ദയും കഷ്ടതകളും വേദനകളും രോഗങ്ങളും ഒക്കെയും ഉണ്ടാകും. അവിടെ ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ ചോദ്യങ്ങളുടെ മുമ്പിൽ ഭയപ്പെട്ടു പോകരുത്. എന്തുകൊണ്ട് എനിക്കിങ്ങനെ ഭവിച്ചുവെന്ന് ചിന്തിക്കരുത്. കർത്താവ് നമുക്ക് നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ. അവൻ നല്ലവനാണ്. ഏതു കഷ്ടതയുടെ നടുവിലും യേശു എനിക്ക് നല്ലവനാണ്, എൻ്റെ ദൈവം എനിക്ക് നല്ലവനാണ് എന്ന് അത്യുച്ചത്തിൽ പറയുവാൻ കഴിയണം. കഠിനമായ ശോധനകളിലൂടെ കടന്നുപോയാലും, കൂരിരുട്ടിൻ്റെ താഴ്വരയിലൂടെ കടന്നുപോയാലും ദൈവം എനിക്കും നല്ലവനാണ് എന്ന് വിശ്വസിക്കണം. അവൻ നല്ലത് മാത്രമേ ചെയ്യുകയുള്ളൂ. ആ ദൈവത്തിൻ്റെ ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം സമയം നോക്കാതെ, പ്രതിഫലം നോക്കാതെ, സമ്പത്ത് നോക്കാതെ
ലോകത്തിൻ്റെതായ മാന്യതകൾ നോക്കാതെ കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടുവാൻ തക്കവണ്ണം യേശു ക്രിസ്തുവാകുന്ന സുവിശേഷം അനേകരുടെ കരങ്ങളിൽ എത്തിപ്പാൻ തക്കവണ്ണം ദൈവവചനം കേൾക്കുന്ന എന്നെയും നിങ്ങളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുപോലെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുത്തെ തിരുവചനത്തിലൂടെ ഞങ്ങൾ സംസാരിച്ച എല്ലാ കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമാകുമെന്ന് അവിടെ നിന്ന് ഞങ്ങളെ പഠിപ്പിച്ച ആ ഉപമയിലൂടെ ഈ രാത്രി ഞങ്ങൾ കേട്ടുവല്ലോ. കർത്താവേ, പ്രതിഫലം നോക്കാതെ ദൈവമേ അവിടുത്തെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്തവർക്ക് അവിടെ നിന്ന് കർത്താവെ അർഹമായ കൂലി കൊടുത്തതുപോലെ ദൈവമേ, സമയം നോക്കാതെ സമ്പത്ത് നോക്കാതെ ലോകത്തിൻ്റെ മാന്യതകൾ നോക്കാതെ ദൈവമേ അവിടുത്തെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുവാൻ തക്കവണ്ണം ഈ രാത്രി വചനം കേട്ട ഓരോ മക്കളെയും ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാക്കളെ നേടിയെടുക്കുവാൻ തക്കവണ്ണം യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നുവെന്ന് അനേകർക്ക് കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം യേശു ക്രിസ്തുവാകുന്ന സുവിശേഷം അനേകരുടെ കരങ്ങളിൽ എത്തിക്കുവാൻ തക്കവണ്ണം കർത്താവേ ഈ രാത്രി വചനം കേട്ട ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് അവരുടെ ചാരയ്ക്ക് കടന്നു ചെന്ന് അവരെ ബലപ്പെടുത്തി അവരെ ശക്തീകരിച്ച് അങ്ങ് കരം പിടിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും അങ്ങയുടെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, അവിടുന്ന് അടിയനോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം അവിടുന്ന് നല്ലവനായ ദൈവമെന്ന് അനേകർക്ക് കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം അവിടുന്ന് അടിയനെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.